എന്റെ കയ്യിലേക്ക് പിടിച്ചു തന്നപ്പോ കുമാരൻ ധരിച്ചിരുന്ന കാന്തപുരം കൊട്ടാരത്തിന്റെ മുദ്രയുള്ള മാല. കൊട്ടാരത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് വളരേണ്ട കുമാരൻ ഈ ദരിദ്ര കൈമളിന്റെ കയ്യിൽ പട്ടിണിയും തിന്നു വളർന്നു. കാന്തപുരം കൊട്ടാരത്തിന്റെ അനന്തരാവകാശി കീറപ്പായൊരു ചുരുളു കൂടി കിടന്നുറങ്ങുമ്പോ ഉറങ്ങാതെ ഞാൻ കാവലിരുന്നു. രാജാവാക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരം നാടകത്തിൽ രാജാപാട്ട് കെട്ടിച്ചു. മഹാരാജാവിന്റെ സൂര്യ തേജസ്സോടെ അരങ്ങിൽ കുമാരൻ ആജ്ഞാപിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ദാനം നൽകുന്നതും കണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് കൈയടിച്ച് ആനന്ദിച്ചു ഈ കൈമള്. പഴങ്കഥയൊന്നും കുമാരനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതിരുന്നത് സ്വാർത്ഥത കൊണ്ടാ. സൂര്യനാരായണൻ എനിക്ക് തമ്പുരാനാണെങ്കിൽ കനകാംബരൻ എനിക്ക് സ്വന്തം മകളല്ലേ. വേദനയാണെങ്കിലും കുമാരനെ കൊട്ടാരത്തിൽ തിരിച്ചു നൽകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വലിയ പ്രതീക്ഷകളെല്ലാം തകർന്നു. കൂടെ നാടകം കളിച്ച് നടന്നൊരു പെൺകുട്ടിയെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കി കെട്ടി. ഒരു ഭാരതി ഒപ്പം കൊട്ടാരത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. എത്തേണ്ടടുത്ത് തന്നെ എത്തിയല്ലോ. ഗുരുജി, എന്റെ മോൻ സുഖമായിട്ടിരിക്കുന്നു. എന്റെ മോനെ അന്വേഷിച്ചായിട്ട് പറയണം. പാവപ്പെട്ട ഈ അച്ഛനെ മറക്കരുതെന്നും പറയണം. കുമാര, 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 ആരെയും വിളിക്കുന്നത്? അച്ഛൻ പോയി നോക്കിട്ട് വരാ. എന്താ ഇത്? ഈശ്വര, അപസ്മാരമാണോ? ആരെവിടെ? ഒരു താക്കോല് കൊണ്ടുവരൂ. എനിക്കൊന്നുമില്ല. ഗുരുവേ, എന്തു പറ്റി? മഹാരാജാവേ, കിളവന്റെ നട്ടുപോയോ? പാല്. സൂര്യനാരായണന്റെ ഭാര്യയും കുഞ്ഞും. വേണ്ട, ഇപ്പൊ ആരും ഒന്നും അറിയണ്ട. തൊഴിയ എന്ത് കൂടത്തോടാ നീ ഗുരുജിക്ക് കൊടുത്തത്? ഓ, എത്ര വട്ടമായി ഞാൻ പറയുന്നു, നോം കനകനല്ല, സൂര്യനാരായണൻ. കുമാരനെ റാണി കാത്തിരിക്കുന്നു. നോം അന്തപുരത്തിലേക്ക് എഴുന്നള്ളട്ടെ പ്രജകളെ. ദൈവമേ, ഏത് രാജാവിന്റെ പ്രേതം അവന്റെ ദേഹത്ത് കൂടിയത്? ഹായ് കോമോക്കാവ, കോമോ തപ്പിലേച്ചു. ഓ, അടുത്ത കുരിശ്. എന്താ? കുമാരൻ ഫ്രഞ്ച് പഠിച്ചിട്ടില്ലേ? ഓ, ഇല്ല, ഞാൻ ജർമ്മനിയാ പഠിച്ചത്. എന്നാ നമുക്ക് ജർമ്മൻ സംസാരിക്കാം. ഈശ്വര, ഈ കൊട്ടാരത്തിൽ നോർമലായിട്ട് ഒരെണ്ണം പോലും ഇല്ലേ? എന്താ ആലോചിക്കുന്നത്? എങ്ങനെ മുങ്ങാന്ന്? ഇല്ല ഇല്ല, ഞാൻ വിടില്ല. എപ്പോഴും മുങ്ങി നടക്കാണല്ലേ? കുമാര, ഔഷധക്കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്. ഔഷധക്കഞ്ഞിയോ? എന്താ സുഖം കുമാരന്? അത് പിന്നെ ഞാൻ പറയാം. ചില നേരങ്ങളിൽ വല്ലാത്ത മറവിയാ കുമാരന്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദാ കണ്ടില്ലേ, നന്നായിട്ട് സംസാരിച്ചോണ്ടിരുന്ന ജർമ്മനി പോലും ഞാൻ പെട്ടെന്ന് മറന്നു. പഠിച്ച ഭാഷ പോലും മറന്നു. ശിവ ശിവ, എന്നാ വേഗം പോയി കഞ്ഞി കുടിക്കോ. ഫ്രഞ്ചും ജർമ്മനും പോയിട്ടും മലയാളം തന്നെ എനിക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിഞ്ഞൂടാ. അതൊക്കെ പോട്ടെ, ആ ഔഷധക്കഞ്ഞിയുടെ കാര്യം നീ നേരായിട്ട് പറഞ്ഞാണോ? ഏയ്, അങ്ങോട്ട് വരാൻ വേണ്ടി ഞാനൊരു നമ്പർ ഇട്ടതല്ലേ, അതുകൊണ്ടാണല്ലോ കണ്ടതും. പോടി അവിടുന്ന്. അതെ, നമ്മുടെ മകളെവിടെ? അയ്യേ, ഇടയ്ക്കിടയ്ക്ക് നാടകം കയറി വരും. മോളെവിടെ? അവളവിടെയാ തെലുങ്കത്തി പിള്ളേരുടെ കൂടെ കളിക്കുക. കനകേട്ടാ, എനിക്ക് ആകെ പേടി തോന്നുന്നു. നമുക്ക് എവിടുന്ന് പോവാം? എന്താ തൊഴി ഇത്? ഔഷധക്കഞ്ഞി എടുത്തു വെച്ചൊന്നും പറഞ്ഞില്ലേ നമ്മ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്? എന്നിട്ട് എവിടെ കഞ്ഞി? ക്ഷമിക്കണം. കഴിച്ചു നിൽക്കാതെ വേഗം പോയി കഞ്ഞി കൊണ്ടുവരൂ. കഴിച്ചിട്ട് വേണം രാജകുമാരിയുമായി അല്പനേരം ജർമ്മനിയിൽ സംസാരിച്ച് തമാശിച്ച് കളിക്കാൻ. ഗുരുവേ, എന്താ ഇത്? കൊട്ടാരത്തിലെ തൊഴിമാർക്കൊന്നും അനുസരണാശീലം അശേഷം ഇല്ലല്ലോ. ഗുരുജി എന്തിനാണാവോ എഴുന്നള്ളിയത്? മൂപ്പര് മൗനവ്രതത്തിലാണെന്ന് തോന്നുന്നു.
రాణి గారి దగ్గర కొంచెం పర్సనల్ గా మాట్లాడాలి. ത്രിപുര സുന്ദരിയോടും കൂടിയാ പറഞ്ഞേ. ഇക്കാലം വരെ ത്രിപുര സുന്ദരി അറിയാത്ത ഒരു രഹസ്യവും ഈ അന്തപുരത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ആകാൻ പാടില്ല, അതുകൊണ്ടാ പറഞ്ഞേ. എന്താ ഗുരുജി? എന്താ ഇത്? കാഞ്ചനലക്ഷ്മിയും സൂര്യനാരായണനും തമ്മിലുള്ള പള്ളിക്കെട്ടിന്റെ മുഹൂർത്തം. ആരുടെ ദോഷം മൂലം മാറ്റിവെച്ചതല്ലേ? ആരും അറിയാതെ എപ്പോ കുറിച്ചു? രഹസ്യമാക്കേണ്ടത് പലതും പരസ്യമായി ചെയ്തതാണ് ഈ കാന്തപുരം കൊട്ടാരത്തിന്റെ സർവനാശത്തിനും കാരണം. ഇനി അങ്ങനെ സംഭവിച്ചുകൂടാ. ഇന്നു മുതൽ തുടങ്ങുന്ന 3-ാം നാൾ ശുക്ലപക്ഷം 3:30 നാഴിക 8 വിനാഴിക പിന്നിടുന്ന ശുഭമുഹൂർത്തത്തിൽ പള്ളിക്കെട്ട്. ഇത്ര പെട്ടെന്നോ? വേണം. നിങ്ങളെ ഒരുമിപ്പിക്കേണ്ട കടമ എനിക്കാണ്. എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും ഞാനത് നടത്തും. വിവാഹത്തിന്റെ തലേനാൾ വരെ ഇതാരും അറിയണ്ട. വരനായ സൂര്യനാരായണൻ വരെ. സത്യമാണോ ഗുരുജി ഇത്? ശരിക്കും സൂര്യനാരായണൻ? അയ്യോ, ഞാൻ എന്തൊക്കെ തെറിയാ പലപ്പോഴായി കുമാരനെ വിളിച്ചിട്ടുള്ളത്. ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? ഇനിയിപ്പൊ ഇതിന്റെ പേര് കിട്ടാനുള്ള ഒന്നും കിട്ടാൻ പോണില്ല. അതല്ലെങ്കിലും കിട്ടാൻ പോണില്ല. ഇല്ലേ? സൂര്യൻ വിവാഹിതനല്ലേ? ഒരു ഭാര്യയുള്ളപ്പോ കുമാരിയെ എങ്ങനെ കിട്ടും? കെട്ടാതിരുന്നാൽ എങ്ങനെ നിങ്ങളുടെ വിഹിതം കിട്ടും? അത് ശരിയാ. നമ്മൾ നേരത്തെ ഒന്ന് കൂടിയിരുന്നെങ്കിൽ എന്തെങ്കിലും തലയുടെ ഒപ്പിക്കാൻ. അല്പം നീചപ്രവൃത്തിയാണെന്നറിയാം. പക്ഷേ കാഞ്ചനയുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. വളച്ചൊടിക്കാതെ കാര്യം പറ സ്വാമി. ആ ഭാരതിയെ കനകനിൽ നിന്ന് മുറിച്ചു മാറ്റണം. കനകന്റെ അറിവോട് അത് പ്രയാസമായിരിക്കും. അവരും മുടിഞ്ഞ സ്നേഹത്തിലാ. റാണിയുടെ വിവാഹനാൾ അടുത്തു. എന്തു വില കൊടുത്തും നമ്മളത് നടത്തണം. ഇനി സൂര്യനാരായണൻ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടരുത്. നമസ്തേ. കഴിച്ചോടാ കുട്ടാ. ഭാരതി. എന്താ ശശികലയെ സുഖാണോ? അതെ. ഞാൻ വേറൊരു കുട്ടിയെ വിളിച്ച. ഭാരതി, ഭാരതി, ഭാരതി. കൊട്ടാരത്തിന്റെ ചരിത്രം ആവർത്തിക്കേണ്ടി വരും. വേണ്ടത് സ്വീകരിക്കുക, അല്ലാത്തത് കളയുക. വേണ്ടത് കനകാംബരൻ, വേണ്ടാത്തത് ഇവളെ. എന്റെ കാല് വരാതെ ഒരു വാക്ക് മാപ്പ് തന്നു മാത്രം പറഞ്ഞാ മതി. ഞങ്ങൾ ഈ കൊട്ടാരത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങി കഴിഞ്ഞോളാമേ. ഇതെന്താ ഒരു പുതിയ സീൻ? ശരി, നോം ക്ഷമിച്ചിരിക്കുന്നു. എഴുന്നേൽക്കൂ ആശ്രിതരെ. ഇനി പുറകോട്ട് നടന്നോളൂ. തിരിഞ്ഞു നോക്കരുത്. വേഗം. മഹാരാജൻ, എന്നെയാണോ വിളിച്ചത്? സത്യത്തിൽ ഗുരുജിക്ക് എന്താ പറ്റിയത്? ആ ചെന്നാരണ്ടി വല്ല മരുന്നും മാറി തന്നോ? വെറുതെ വന്ന് കാലിൽ വീഴുക, മഹാരാജാവെന്ന് വിളിക്കുക. ദേ, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കട്ടോ. എന്താ കുമാരന്റെ അച്ഛന്റെ പേര്? ദാ പിന്നെയും കുമാരൻ. എന്റെ അച്ഛൻ ഋഷികേശ കൈമൺ, നാടകക്കാരനായിരുന്നു. പിണങ്ങി പോയിട്ട് ദാ ഇപ്പൊ തട്ടുകടയാ. ചോദിച്ചത് സൂര്യനാരായണന്റെ അച്ഛന്റെ കാര്യം. അത് സൂര്യനാരായണന്റെ അമ്മച്ചിയോട് ചോദിക്കണം. അവരെവിടെ? അക്കടയാ. സൂര്യന് ജന്മം നൽകി 2 വയസ്സായപ്പോ അവര് നാട് നീങ്ങി. ഭാഗ്യവതി, അവര് മാത്രം രക്ഷപ്പെട്ടു. കനകാംബര, അങ്ങനെ വഴിക്ക് വാ. ഇനി നമുക്ക് സംസാരിക്കാം. എന്താ പുതിയ പ്രശ്നം? ഹരിശ്ചന്ദ്രവർമ്മയെ വകവരുത്തി എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷെ സാധ്യതയില്ല. കാന്തപുരം കൊട്ടാരത്തിന്റെ ആസ്തി എത്രയെന്നും എവിടെയൊക്കെയാണെന്നും അറിയാവുന്നത് ആ ഒരു വ്യക്തിക്ക് മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അദ്ദേഹം വളരെ ക്രൂരമായി ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം. നല്ല കഥ. ഇത് ഏത് സിനിമയാ? ഇത് തമാശയല്ല. അന്ത്യശ്വാസം വലിക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ അവസ്ഥയാണ്. ആ നല്ല മനുഷ്യനെ കണ്ടെത്തണം. അത് നിന്റെ കടമയാണ്. ഗുരുജി, കാര്യമൊക്കെ ശരി. നിങ്ങൾ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹം വേണ്ട. പോകരുത്.
സൂര്യനാരായണന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധിയും മാറും. രാജകുമാരി രക്ഷപ്പെടും, ഒപ്പം നീയും. അതും അത്ഭുതകരമായിട്ട്. എന്നെ വിശ്വസിക്കേ, എല്ലാം നിനക്കും കൂടി വേണ്ടിയാണെന്ന് വിശ്വസിക്കേ. ക്രിട്ടിക്കലാണ്. അതാ ഡോക്ടറെ വിളിച്ചത്. വാ, വേഗം നോക്കാം. അവസ്ഥ മോശമാണ്. ഏത് നിമിഷവും. നോ, പാടില്ല. അത് സംഭവിക്കാൻ പാടില്ല. അതറിയാം. വളരെ കെയർഫുൾ ആയിരിക്കണം. പുറത്തു കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഇപ്പോ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിരിക്കട്ടെ, എത്ര വേണമെങ്കിലും ചോദിക്കാം. దేవుడు మనతోటే ఉన్నాడు. నా సందేహం అంతా నిజమే. എന്തായി ഏമണ്ടി? ദൈവം നമ്മുടെ കൂടെയാണെന്ന്. ഒന്ന് നിന്നേ. എന്താ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനൊരു ബെല്ലടി പതിവാ. എന്നാലല്ലേ കളിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. ഒന്ന് വന്നേ. ഈശ്വര, ഇതേതോ പാതാളത്തിലേക്കുള്ള വഴിയാണെന്ന് തോന്നണത്. നിങ്ങൾക്ക് പേടിക്കാനില്ല. വയസ്സ് 10-70 കഴിഞ്ഞു. NOCയും കിട്ടിയിരിക്കല്ലേ. ഇതേ യങ് ബ്ലഡാ. മരിക്കുന്നതിന് മുമ്പ് 2 സ്റ്റേറ്റ് വാർഡെങ്കിലും തട്ടിയെടുക്കാനുള്ളതാ. ഒന്നും മിണ്ടായിരിക്കൂ. വാ. ഓ, അതാ വാ. മഹാരാജാവേ, ആരാ? എന്നെ കൊല്ലാൻ വന്നതാണോ? അല്ല, ഞാൻ ഇന്ദ്രസേന റെഡ്ഡി. ഇന്ദ്രസേന? ഭഗവാനെ, സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? അതെ പ്രഭു, പരദേവതകളാണ് സത്യം. ഇന്ദ്രസേന, ഞാനിപ്പോ എവിടെയാ? സൂര്യപ്രകാശം കണ്ടിട്ട് എത്ര വർഷമായി? ഇന്ദ്രസേന, എന്റെ കുഞ്ഞെവിടെ? എന്റെ സൂര്യനാരായണൻ, എന്റെ കാഞ്ചനലക്ഷ്മി. കാഞ്ചനലക്ഷ്മി സുഖായിരിക്കുന്നു. സൂര്യനാരായണൻ, എന്റെ സൂര്യനാരായണൻ എവിടെ? ഉണ്ട്. കുമാരൻ ജീവിച്ചിരിപ്പുണ്ട്. ഇതാണോ സൂര്യൻ? ഏയ്, ഞാൻ കനകാംബരനാ. അതെ, കനകാംബരൻ. അങ്ങയെ രക്ഷിക്കാൻ വന്നതാ. മകനെ പോലെ കരുതാം. మహారాజా 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 మోసం జరిగిందండి. మొత్తం నాశమైపోయిందండి. എന്താടി സുന്ദരി ഉണ്ടായത്? ഓ, ആ കിളവൻ രാജാവിനെ ജയിലിൽ കാണുന്നില്ല. അല്ല, സത്യമാ. എല്ലാം നശിപ്പിക്കും ഞാൻ. എല്ലാത്തിനും വെട്ടി നിരത്തും ഞാൻ. രാജു, കാന്തപുരം കൊട്ടാരത്തിൽ പ്ലീസ് കൂൾ ഡൗൺ. ഇങ്ങനെ ബഹളം വെച്ചാൽ എല്ലാവരും അറിയും. പ്ലീസ്. ഇക്കാലം അത്രയും അയാളെ ബന്ദിയാക്കിയത് രാജുവിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കൊട്ടാരമിളകും. സമാധാനത്തോടെ കാര്യങ്ങൾ നടത്താം. അതാ ബുദ്ധി. ഏതു വിധത്തിലും ഹരിചന്ദ്രവർമ്മ അമ്മാവനെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഇക്കാലം അത്രയും ഭൂതം നിധി കാക്കും പോലെ കാത്തതെല്ലാം വെറുതെ ആവും. കുമാരൻ, എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പുതിയൊരു വഴി ഞാൻ ശ്രമിക്കട്ടെ. ഇവിടുത്തെ പാലകൾ കുടിച്ചപ്പോ തന്നെ ഞാൻ ഫിറ്റായി. പച്ചവെള്ളം ഞാൻ ഇതിനകത്തുനിന്ന് കുടിക്കില്ല. പിന്നെ മദ്യങ്ങൾ കൈവിടി പെണ്ണേ. ആൾക്കാരും ഇത് ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതാ. ഇവിടെ രഹസ്യമായിട്ട് പലരും ഇത് കഴിക്കാറുണ്ട്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എന്റെ ഗോപാൽക്കാരൻ എനിക്ക് എന്നും ഇഷ്ടമായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഇത് കഴിച്ച് എൻജോയ് ചെയ്യണ്ടേ? ഈ തെലുങ്കത്തി വിശ്വസിക്കാമോ? ഇവളെ പുരുഷ വിദ്വേഷ, അതുകൊണ്ട് ചതിക്കത്തില്ല. താങ്ക്സ് ആൻഡി.
എന്തിനാണ് ഇത്രയും പുരുഷോദ്ദേശം? ഈ ത്രിപുര സുന്ദരിക്ക് എന്നെ സ്നേഹിച്ചൂടെ? അത് മാത്രം നടക്കത്തില്ല. ഇത്രയും നല്ല ഫിഗർ വെച്ചോണ്ട് ഞാൻ എന്തുമാത്രം ട്രൈ ചെയ്തെന്നറിയാമോ? എന്റെ 7 അയലത്തെടുത്തിട്ടില്ല. ഇത് അതുപോലല്ലോ, സ്നേഹിച്ചു കൊല്ലുന്ന ഒരു മാതൃകാ പരമ്പര ഞങ്ങളുടെ. ഇപ്പൊ തന്നെ കനകാലിയനെ കണ്ടില്ലേ? കനകാളിയനോ? അതാര്? അത് തന്നെയാ നിങ്ങളെ സൂര്യനാരായണൻ, എന്റെ സ്വന്തം അളിയൻ, ഡ്രമാറ്റിസ്റ്റ് കനംബരം. അളിയൻ 2 പേരല്ലേ ഒറ്റയ്ക്ക് സ്നേഹിക്കുന്നത്? അതാരാ 2 പേര്? ഒന്ന് നിങ്ങളെ വട്ടുകുമാരി, പിന്നെ എന്റെ ഓടപ്പറന്നോള് ഭാരതി. അളിയന്റെ ഭാര്യ. നിങ്ങളെ പുതിയ തോഴി സസ്യലാണ്. చాలా బాగుందండి. സബാഷ് സബാഷ്. അപ്പൊ പന്ത് നമ്മുടെ കോർട്ടിലേക്ക്. എന്തായാലും ത്രിപുര തന്ന വാർത്ത അത്ഭുതകരമാണ്. చాలా థ్యాంక్స్ అండి. റാണിയുടെ മുന്നിൽ സൂര്യന്റെ ഇമേജ് ഭയങ്കരമാണ്. അത് മൊത്തത്തിൽ പൊളിക്കാൻ കൺഫ്യൂഷൻ. കിരൺ, ശേഖർ, രാമു, చెప్పు. ഒരു പുതിയ ഐഡിയ. നരസിംഹൻ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്റെ കല്യാണക്കാര്യം പറയാൻ വേണ്ടി. അത് നമ്മൾ പണ്ടേ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? ഇതാ നിന്റെ കുഴപ്പം. തോക്കിനകത്ത് കയറി വെടിവെക്കും. നമ്മൾ തമ്മിലുള്ള കല്യാണമല്ല, എന്റെ കല്യാണം. കൊള്ളാലോ, അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ടായി തുടങ്ങി. അതെ, തീർച്ചയായും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അല്ലെങ്കിൽ എടുക്കേണ്ടി വന്നു. ഏത് കൊട്ടാരത്തിലെ പെണ്ണ്? കൊട്ടാരത്തിലൊന്നും അല്ല. എന്നാലും പറ. പറഞ്ഞാൽ കാഞ്ചന അറിയും. പക്ഷെ ഇപ്പൊ പറയില്ല, നാളെ പറയാം, പൊതുസദസ്സിൽ.